dear friends, Ranvi Swaldana. ഇന്ന് നമ്മളൊരു 7-seated സേഫസ്റ്റ് വണ്ടിയെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഇന്ന് അതിനെപ്പറ്റി നിങ്ങൾക്കൊരു സൊല്യൂഷൻ ഞാൻ ഉണ്ടാക്കി തരാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ട്രൈബർ. നിങ്ങൾക്കൊരു വണ്ടിയാണ് വേണ്ടതെങ്കിൽ ഉറപ്പായിട്ടും ഇതൊരു സൊല്യൂഷൻ തന്നെയാണ്. നിങ്ങൾക്ക് ആലോചിക്കാം, ട്രൈബർ RXT ആണ് ഇത്. ബ്ലൂ കളർ, നിങ്ങൾക്ക് പറ്റിയ, നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിൽ ഉണ്ട്. വണ്ടിയെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. പുള്ളിയെ സ്വാഗതം ചെയ്യാം. ധനുഷ് എന്നാണ് പേര്. പുള്ളി അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. നമ്മളെ വണ്ടിയുടെ ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള ലുക്കാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. നിങ്ങളത് കണ്ടോ, ക്യാരക്ടർ ആയിട്ടുള്ള ബോർഡ് ലൈൻസ്. അത് വണ്ടിക്ക് നല്ല ഭംഗി വരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ 4 ടൈപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാലജൻ ഹെഡ്ലൈറ്റാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ ക്രോം സ്ട്രിപ്പ് ഉണ്ടോ, ആ കണക്റ്റഡ് ആയിട്ടുള്ള ക്രോം സ്ട്രിപ്പാണ് വരുന്നത്. അതിങ്ങനെ വണ്ടി ഫ്രണ്ട് ഫുള്ള് കവർ ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ ഫ്രണ്ട് ലുക്ക് നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും. അത് കഴിഞ്ഞാൽ ഫ്രണ്ട് ഗ്രില്ല് നോക്കുകയാണെങ്കിൽ കണ്ടോ, 3 ടൈപ്പായിട്ടുള്ള ഫ്രണ്ട് ക്രോം ബാർ വരുന്നുണ്ട്. അതിൻ്റെ നടുക്കായിട്ട് റെനോൾട്ടിൻ്റെ ഒരു ലോഗോ, നല്ല ബൾക്കി ആയിട്ടുള്ള ലോഗോയാണ്. നമ്മൾ ഫോഗ് ലാമ്പിൻ്റെ കണ്ടന്റിലോട്ട് വരുന്നുണ്ട്. ഇതിന് ഫോഗ് ലാമ്പ് വരുന്നില്ല കേട്ടോ, DR ആണ് വരുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാം. ഷോറൂമിൽ നിന്ന് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. നമ്മളിതിന് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഈ സ്ട്രിപ്പ് കണ്ടോ, ഇത് ഞങ്ങൾ ആഡ് ചെയ്തതാണ്, എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. അത് കഴിഞ്ഞ് സ്കിഡ് പ്ലേറ്റ് ഫേക്കാണ്, അത് കമ്പനി തരുന്നുണ്ട്. എന്നാൽ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതിൽ ഹണിക്കോം പാറ്റേൺ. ഓക്കെ, നമ്മളാണ് വീലാർച്ച് നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ വീൽ ക്ലാഡിങ് ഉണ്ട് കേട്ടോ. ഇത് അലോയ് വീലല്ല, ഇത് നമുക്ക് അലോയ് വീൽ പോലെ തോന്നിക്കുന്നൊരു വീലാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് കാണാൻ നല്ല അഴകായിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടയർ സൈസാണ് വരുന്നത്. ടയർ സൈസ് ഒന്ന് നോക്കിക്കോട്ടെ. ടയർ സൈസ് ആണ് 165/80 14 ഇഞ്ചിൻ്റെ ടയർ സൈസാണ് ഈ മോഡൽ RXT എന്ന് പറയുന്ന മോഡലിൽ വരുന്നത് കേട്ടോ. നമ്മൾ വീലാർച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഡോറിനടുത്ത് ക്ലാഡിങ് ഉണ്ട്. ഇത് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തതാണ് ഈ ക്ലാഡിങ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ബാക്ക് വീലിൽ ഇതേ സെയിം ക്ലാഡിങ് വരുന്നുണ്ട്. പിന്നെ ഈ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാൻ കഴിയില്ല, നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ 4 ഡോർ പവർ വിൻഡോ ആണ്. അതൊക്കെ നമുക്ക് അകത്ത് കയറുമ്പോൾ നോക്കാം. ഇതൊക്കെ നമ്മൾ ആക്സസറീസ് ചെയ്തതാണ് കേട്ടോ. പിന്നെ റൂഫ് റെയിൽ കമ്പനി തരുന്നതാണ്. നമ്മൾ അടുത്ത വണ്ടിയുടെ ബാക്ക് സൈഡാണ് നോക്കുന്നത്. ബാക്ക് സൈഡ് നോക്കി നമ്മൾ ടെയിൽ ലാമ്പുണ്ട്. അത്യാവശ്യം ലെങ്തി ആയിട്ട് ടെയിൽ ലാമ്പാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഡിക്കിലോട്ട് ഇങ്ങനെ കയറി നിൽക്കുന്ന ടൈപ്പാണ്. നമുക്കിത് വേണമെങ്കിൽ നമുക്ക് ഈജിലുള്ള ഒരു ചുണ്ടെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ നമ്മൾ ലൈറ്റ് നോക്കുകയാണെങ്കിൽ ഹാലജനാണ് കേട്ടോ, ഫുള്ളി ഹാലജനാണ്. ടെയിൽ ലാമ്പ്, ബ്രേക്ക് ലൈറ്റ് വരുന്നത് ഹാലജനാണ്, ഇൻഡിക്കേറ്റർ ഹാലജൻ, റിവേഴ്സ് ഇടുമ്പോഴും കത്തുന്ന ഹാലജൻ ബൾബാണ് വരുന്നത്. പിന്നെ ഈ ക്രോം സ്ട്രിപ്പ് കണ്ടോ, ഇത് നമ്മൾ ഷോറൂമിൽ നിന്ന് എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. പിന്നെ നമുക്ക് ഡിക്കി സ്പേസ് നോക്കുകയാണെങ്കിൽ ഡിക്കി സ്പേസ് നമുക്ക് അത്യാവശ്യം നമുക്ക് ലഗേജൊക്കെ കൊണ്ടുപോകാം. ചെറിയ ഉണ്ടെങ്കിൽ 7 പേരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സീറ്റ് മടക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമ്മളിനി വണ്ടിയുടെ ഇൻസൈഡാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ആദ്യം നമ്മൾ ഡോർ പാഡിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ നോർമലി കാണുന്നുള്ള പ്ലാസ്റ്റിക് ടൈപ്പ് ഡോർ പാഡ്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് കേട്ടോ. ഇത് RXT വരുന്നുണ്ട്. ബാക്കി നിങ്ങൾ ചെക്ക് ചെയ്യണം. ബേസ് മോളിലൊക്കെ എനിക്കൊന്ന് ഫ്രണ്ടിൽ 2 മാത്രമേ വരൂ, ബാക്കിലോട്ട് വരാൻ ചാൻസ് ഇല്ല. പിന്നെ നമുക്ക് 4 ഡോർ പവർ വിൻഡോ ലോക്ക് ചെയ്യാൻ പറ്റും. മിറർ കണ്ടതാണ്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പീക്കർ യൂണിറ്റ്, ഇതിൻ്റെ 4 ഡോർ സ്പീക്കർ യൂണിറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ബോട്ടിൽ വയ്ക്കാൻ പറ്റും.
നമുക്ക് നല്ല 7 പേരൊക്കെ പോകുമ്പോൾ ബോട്ടിൽ ഹോൾഡർ വെക്കാൻ പറ്റും. ഇത് ഇവിടെ വരുന്നത് വെച്ചാൽ ഫ്യൂൽ ലിഡാണ്. ഫ്യൂൽ ലിഡ് നമുക്ക് ഇവിടുന്ന് കൈ കൊണ്ട് വേണം, വേറെ സ്വിച്ചൊന്നും വരുന്നില്ല. പിന്നെ നമ്മൾ ചാവി നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടോ ലോക്ക് അൺലോക്ക് വേറെ ഒന്നും വരുന്നില്ല. കീ ടൈപ്പാണ്, ബട്ടൺ പ്രസ് ഒന്നും വരുന്നില്ല. ഫുൾ ഓപ്ഷനിലോട്ട് പോകണം ബട്ടൺ പ്രസ്സൊക്കെ വരണമെങ്കിൽ. നമ്മൾ സ്റ്റിയറിംഗ് വീലിലോട്ട് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ പ്ലാസ്റ്റിക് ഗ്രിപ്പാണ് വരുന്നത്. നമ്മൾ വണ്ടിയുടെ അകത്ത് ഇൻസൈഡ് നോക്കിയിട്ട് നമുക്ക് ആദ്യം കീ തന്നെ നോക്കാം കേട്ടോ. കീ ഒന്ന് ഊരിക്കോട്ടെ, ഒരു മിനിറ്റ്. അതെ, കീ വരുന്നതാണ്. ഫ്ലിപ്പ് കീ ഒന്നും വരുന്നില്ല, നോർമൽ കീ. അതിൻ്റെ അകത്ത് ലോക്ക് അൺലോക്ക്. അപ്പോൾ അത്യാവശ്യം ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യുന്നതിന് ഇതൊക്കെ മതി. RXT എന്നുള്ള വേരിയൻ്റ് അല്ല, നിങ്ങൾക്ക് വാല്യൂ ഫോർ വേരിയൻ്റ് ആണ്. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് വീലിലേക്ക് നോക്കാം. സ്റ്റിയറിംഗ് വീലുണ്ട്. സ്റ്റിയറിംഗ് വീലിൽ ഗ്രിപ്പ് ഒന്നും ഈ മോഡലിന് വരുന്നില്ല. സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നുണ്ട്, വോളിയം കൂട്ടാൻ കുറയ്ക്കാം. പിന്നെ നമുക്ക് സോഴ്സ് ബട്ടണും വരുന്നുണ്ട്. പിന്നെ നമ്മൾ കണ്ട ഗിയർ ലെവലോട്ട് നോക്കുകയാണെങ്കിൽ 5 സ്പീഡ് നോർമൽ ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ഉണ്ട്. ഓട്ടോമാറ്റിക് വേണമെന്നുള്ളത് ഓട്ടോമാറ്റിക്കലോട്ട് മാറാവുന്നതാണ്. പിന്നെ നമ്മൾ ഡാഷ് ബോർഡിൻ്റെ ഫ്രണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഇതാണ് ഈ RXT എന്നുള്ള നമുക്ക് അത്യാവശ്യം ടച്ച് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അല്ല, ആൻഡ്രോയിഡ് സിസ്റ്റമാണ് വരുന്നത്. അതിൽ ഓളിയും കൺട്രോൾ, വേറെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുള്ളൂ, വേറെ ഒന്നുമില്ല. ഇവിടെയാണ് ലോക്ക് വരുന്നുണ്ട് കേട്ടോ. ഇത് ഈ വണ്ടിക്ക് കണ്ട് ഡോറിൻ്റെ അടുത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇവിടെ സ്വിച്ച് ഉണ്ട്, പിന്നെ ഹസാർഡ് ലൈറ്റ്, പിന്നെ ട്രാക്ഷൻ കൺട്രോളുണ്ട്. ട്രാക്ഷൻ കൺട്രോളൊക്കെ നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യണം, നമുക്ക് ഫീച്ചറായിട്ട് വേണമെങ്കിൽ പറയാം. പിന്നെ അതിന് AC കൺട്രോൾ, നമ്മൾ എല്ലാ വണ്ടിയിലും കാണുന്നത് നോർമൽ AC നോബാണ് വരുന്നത്. ഫാൻ സ്പീഡ്, AC സ്വിച്ച് ഉണ്ട്. വേറെ ചാർജിങ് സോക്കറ്റ് ഉണ്ട്, ഈ മോഡലിന് വരുന്നില്ല. പിന്നെ ഇതിൻ്റെ താഴെയാണ് പെൻ ഡ്രൈവ്, USB ഓപ്ഷൻ വരുന്നുണ്ട്. അത്യാവശ്യം മൊബൈലൊക്കെ വെക്കാൻ പറ്റും. നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യമുണ്ട്. ഹാം റെസ്റ്റ് ഒന്നും വരുന്നില്ല, നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതുകൊണ്ട് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അത്യാവശ്യം അത് കൂളായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ആണ്. ഇത് കൂടുതൽ ഗ്ലൗ ബോക്സ് ആണ്. നമുക്ക് അത്യാവശ്യം കൂൾ ഡ്രിങ്ക്സ് ഒക്കെ തണുപ്പിക്കാൻ പറ്റും. ചെറിയ ക്യാനൊക്കെ അതൊക്കെ വെക്കാൻ പറ്റും. അതിൻ്റെ കൂടുതലൊന്ന് 1 ലിറ്റർ ബോട്ടിൽ അത്യാവശ്യം ഇച്ചിരി ഒരു 700 ml ഒക്കെ ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് ക്യാനാണ് പ്രിഫർ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്, ഇവിടെ വെക്കാൻ പറ്റും. പിന്നെ പെൻഡ്രൈവ് കുത്തുള്ള ഓപ്ഷൻ ഇതിന് താഴെയാണ് വരുന്നത്. പെൻഡ്രൈവും ഓക്സ് കേബിളും ഇതിൻ്റെ താഴെ വരുന്നുണ്ട്. ആണ് സ്റ്റിയറിംഗ് നോബിന് ചുറ്റും, സ്റ്റിയറിംഗ് ലിവറിന് ചുറ്റും ക്രോം പ്ലേറ്റ് ഒക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട്. സീറ്റൊക്കെ ഫാബ്രിക് സീറ്റാണ്, അത്യാവശ്യം കംഫർട്ടായിട്ടുള്ള. സ്റ്റിയറിംഗ് വീൽ എന്ന് പറഞ്ഞാൽ റൗണ്ട് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഫ്ലാറ്റ് ബോട്ടം ഒന്നുമില്ല വരുന്നത്. അതിൽ അത്യാവശ്യം കൺട്രോൾ യൂണിറ്റ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് വോളിയം അപ്പ് ഡൗൺ, നമുക്ക് സോഴ്സ് മാറ്റാൻ പറ്റും. ഇവിടെ കോൾ എടുക്കാനും മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ആൻഡ്രോയിഡ് നോക്കിയാൽ ഇത് ആൻഡ്രോയിഡ് അല്ല വരുന്നത്, ഇത് നോർമൽ ഒരു സ്റ്റീരിയോ കമ്പനി തന്നെ തരുന്നതാണ്. ഇതിൻ്റെ അകത്ത് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഗ്ലൗ ബോക്സ് നോക്കിയാൽ അത്യാവശ്യം വലിയൊരു ഗ്ലൗ ബോക്സ് ആണ് വരുന്നത്. അല്ലാതെ നമുക്ക് എല്ലാ സാധനങ്ങളും ഹോൾഡ് ചെയ്യാൻ പറ്റും. കൂൾഡ് ഗ്ലൗ ബോക്സ് ഇവിടെ വരുന്നത്, ഗ്ലൗ ബോക്സ് കൂൾഡാണ്. ഇവിടെ കൂൾഡല്ല ഗ്ലൗ ബോക്സ് വരുന്നത്. നമ്മളവിടെ ഈ ക്രോം പ്ലേറ്റ് ഉണ്ട്, ഇത് നമ്മൾ കമ്പനിയിൽ നിന്ന് എക്സ്ട്രാ ചെയ്തതാണ് കേട്ടോ. ഗിയർ നോബിന് ചുറ്റും വരുന്ന ക്രോം പ്ലേറ്റ് നമ്മൾ എക്സ്ട്രാ ചെയ്തതാണ്. ഇവിടെ നമുക്ക് മൊബൈൽ ഹോൾഡ് ചെയ്യാം. വയർലെസ് മൊബൈൽ ചാർജിങ് പാഡൊന്നുമില്ല, നോർമലാണ്. ഗ്ലൗ ബോക്സ് അല്ലാണ്ട് സ്റ്റിയറിംഗ് ഡ്രൈവറിൻ്റെ അടുത്തൊരു ഗ്ലൗ ബോക്സ് ഉണ്ട്, അത് കൂൾഡാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് വരുന്ന കൂൾഡ് ഗ്ലൗ ബോക്സ് ആണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ബാക്കിലോട്ടുള്ള ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ബാക്കിലായിട്ട് ഒരു ചാർജിങ് സോക്കറ്റ്, 12 വാൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ എൻ്റെ ഫാബ്രിക് സീറ്റാണ് വരുന്നത് കേട്ടോ. അത്യാവശ്യം കുഷനിങ് സപ്പോർട്ടൊക്കെ ഉള്ളതാണ്. നമുക്ക് കിട്ടാവുന്നതിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്ന ഒരു സീറ്റൊക്കെയാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഈ സൈഡ് നോക്കുകയാണെങ്കിൽ വേറെ ഒന്നുമില്ല. ഇവിടുത്തെ പവർ വിൻഡോ, അപ്പ് ആൻഡ് ഡൗൺ, ഡോർ പാഡ്, വേറെ ഒന്നുമില്ല. അത് നമ്മൾ ഇങ്ങനൊരു സ്റ്റിക്ക് ടൈപ്പാണ് ഡോർ നമുക്ക് ലോക്ക് വരുന്നത്. വെന്റ് നോക്കുകയാണെങ്കിൽ AC വെൻ്റൊക്കെ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇതിങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള അവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. AC വെൻ്റൊക്കെ കണ്ടിപ്പോൾ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. AC നല്ല അത്യാവശ്യം കൂളിംഗ് ആണ് കേട്ടോ. നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ അത്യാവശ്യം ചെറിയ ട്രിപ്പൊക്കെ പോയായിരുന്നു. അത്യാവശ്യം കൂളിംഗ് ആണ്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല AC വെന്റിന്. നമ്മൾ ഗ്ലൗ ബോക്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റോറേജ് സ്പേസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വലുതായിട്ട് ബുദ്ധിമുട്ട് വരത്തില്ല. നമ്മൾ അത്യാവശ്യം നമുക്ക് സാധനങ്ങൾ ഹോൾഡ് ചെയ്യാം. അതിൻ്റെ താഴെയുണ്ട്, നമ്മൾ ഓൾറെഡി കാണിച്ചത് അവിടെ ഒരു ഗ്ലൗ ബോക്സ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഡ്രൈവർ സീറ്റിൻ്റെ അടുത്ത് ഒരു ഗ്ലൗ ബോക്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് സ്റ്റോറേജ് സ്പേസിൻ്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. ഡോർ പാഡിലൊക്കെ അത്യാവശ്യം വാട്ടർ ബോട്ടിലൊക്കെ ഹോൾഡ് ചെയ്യാം. വേറെ എന്തെങ്കിലും അത്യാവശ്യം സാധനങ്ങൾ നമുക്ക് വെച്ചുകൊണ്ട് പോകാൻ പറ്റും. പിന്നെ നമ്മൾ മേലോട്ട് നോക്കുകയാണെങ്കിൽ സൺവൈസർ, മാന്യമായിട്ട് 2 സൺവൈസർ കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. ഇവിടെ ഡ്രൈവർ സൈഡ് ടിക്കറ്റ് ഹോൾഡർ ഒന്നുമില്ല. കോ പാസിംഗ് സൈഡ് ഒരു മിററുണ്ട്, മിറർ മാത്രമേ ഉള്ളൂ, ലൈറ്റ് വരുന്നില്ല. നമ്മളിവിടുത്തെ ലൈറ്റ് നോക്കുകയാണെങ്കിൽ നോർമൽ ഹാർജറ്റ് ടൈപ്പ് ബൾബാണ് വരുന്നത്, LED ഒന്നും വരുന്നില്ല. ഇവിടെ ഒരു മൈക്കിൻ്റെ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡ്ജസ്റ്റ് ആണ് വരുന്നത്. ഇതൊക്കെ നമുക്ക് കൈകൊണ്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതൊന്നും നമുക്ക് ഓട്ടോമാറ്റിക് വരണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടിയാണ്. നമുക്കിനി വണ്ടിയുടെ ബാക്ക് സൈഡിലോട്ട് പോകാം കേട്ടോ. ബാക്ക് സൈഡിലെ കംഫോർട്ട് നമുക്ക് 3 പേരുണ്ട്. നമുക്ക് കയറി ഇരുന്ന് കാണിച്ചു തരാം.
ബാക്കിലോട്ട് വരികയാണെങ്കിൽ ഇതാണ് പവർ വിൻഡോ കൺട്രോൾ വരുന്നുണ്ട് കേട്ടോ. അപ്പ് ആൻഡ് ഡൗൺ കൺട്രോൾ വരുന്നുണ്ട്. 1 ടച്ച് ആവണമെന്നല്ല, നോർമലി ആണ് വരുന്നത്. ഇവിടെ അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലേ ബോട്ടിൽ ഹോൾഡർ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇവിടെയും സ്പീക്കർ യൂണിറ്റ് വരുന്നുണ്ട്. ഡോർ ലോക്ക് അൺലോക്ക് ആണ്. ഇത് പ്ലാസ്റ്റിക് ടൈപ്പാണ് വരുന്നത്. പിന്നെ നമുക്ക് സീറ്റിൻ്റെ കംഫോർട്ട് വേണം. നമുക്ക് സീറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റൈറ്റ് ആണ്. ബാക്കിലോട്ട് വരുന്ന 4 സീറ്റിന് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ സീറ്റൊക്കെ ഉണ്ട്, അത്യാവശ്യം കുഷനിങ് സപ്പോർട്ടുള്ളതാണ്. സീറ്റ് നമുക്ക് കംഫോർട്ടായിട്ട് 3 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റും. അത്യാവശ്യം സൈസ് ഉള്ള ആൾക്കാരുടെ 2 പേർക്കും, കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് 3 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. സീറ്റ് ഹെഡൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നമുക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. ഇത് എൻ്റെ പൊസിഷനിലാണ് ഫ്രണ്ട് സീറ്റ് ഇട്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് നല്ല ബാക്കിലുള്ള സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നത്. നടുക്ക് വരെ നമുക്ക് സെൻട്രൽ ടണലിൻ്റെ വലിയ ബുദ്ധിമുട്ടൊന്നും വരുന്നത്, ചെറിയൊരു ടണൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ സുഖമായിട്ട് ഇരിക്കാൻ പറ്റും 3 പേർക്ക്. AC വെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ പില്ലറിലായിട്ടാണ് AC വെൻറ്റ് വന്നിട്ടുള്ളത്. അതാണ് വൈറ്റ് ഫിനിഷാണ് ഫുള്ള്. ഈ സൈഡിലും AC വെൻറ്റ് വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് AC കൂളിംഗ് ഒന്നും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല. അത്യാവശ്യം വണ്ടി നല്ല കൂൾഡായിരിക്കും. AC ഇട്ടാലും ബാക്കിലിരിക്കുന്ന പാസഞ്ചേഴ്സ് തണുക്കുന്നില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഈ വണ്ടിക്ക് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരത്തില്ല കേട്ടോ. അടുത്ത നമ്മളാണ് ഈ സൈഡിൽ ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ ഇതാണ് ഇവിടെ സ്പീക്കർ യൂണിറ്റ് വരുന്നുണ്ട്. പിന്നെ മിറർ, അപ്പ് ആൻഡ് ഡൗൺ സ്വിച്ച് വരുന്നുണ്ട്. ഡോർ ലിവറാണ് നമ്മൾ കണ്ടില്ല. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ക്രോം എക്സ്ട്രാ ആക്സസറീസ് ചെയ്യാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. AC വെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇതാണ് പില്ലറിലായിട്ടാണ് AC വെൻറ്റ് വരുന്നത്. ഇത് ബാക്കിലുണ്ട് 3 പില്ലറായിട്ട് AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. കൂളിംഗ് അത്യാവശ്യം എഫിഷ്യൻ്റ് ആണ്. നിങ്ങൾ കൂളിങ്ങിനൊന്നും വലിയ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഈ വണ്ടിയിൽ ഫേസ് ചെയ്യേണ്ടി വരത്തില്ല. നമ്മൾ വണ്ടിയുടെ അക സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ കാണും, ഇത് വേണ്ട ഒരു വൈറ്റ് ഫിനിഷാണ്. ബ്ലാക്ക് ഒന്നുമല്ല വരുന്നത്, വൈറ്റ് ഫിനിഷാണ്. ബ്ലാക്ക് വരുന്നുണ്ട്, നിങ്ങൾ ബ്ലാക്ക് എഡിഷനിലോട്ട് പോയാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ബ്ലാക്ക് ഫിനിഷ് വരുമെന്ന് തോന്നുന്നു. ഇത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. സീറ്റ് ബെൽറ്റ് നേരത്തെ നമ്മൾ പറയാൻ പറ്റും, ഹൈറ്റ് അഡ്ജസ്റ്റബിളൊന്നുമല്ല, നോർമൽ ടൈപ്പാണ് വരുന്നത്. സീറ്റ് നിങ്ങൾക്ക് കംഫോർട്ടാണ്, നമുക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല സീറ്റിൻ്റെ കാര്യത്തിൽ. അത്യാവശ്യം എന്നെ പോലുള്ള 3 പേർക്കാണ് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. ഹൈറ്റും വെയിറ്റും എല്ലാം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരത്തില്ല. നമുക്കടുത്ത ബാക്ക് സീറ്റിലേക്ക് നോക്കാം കേട്ടോ. ഒന്ന് ഫോൾഡ് ചെയ്ത് നമുക്കിനി ബാക്ക് സീറ്റിലെ കംഫോർട്ടിലേക്ക് നോക്കാം കേട്ടോ. നമുക്ക് ബാക്ക് സീറ്റിൽ ഞാൻ കയറി ഇരുന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. നമുക്ക് ഈ സൈഡിൽ നിന്ന് ബാക്ക് സീറ്റിലോട്ട് നമുക്ക് കയറാൻ പറ്റും. നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാം. ഞാൻ ഒന്ന് ഇറങ്ങിക്കോട്ടെ. വൺ ടച്ച് നമ്മളൊന്ന് പൊക്കിയാൽ മതി. ഇത് വരും. ഹെഡ് റെസ്റ്റ് അങ്ങനെ ഇരുന്നുകൊണ്ട് അവിടെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്. ഹെഡ് റെസ്റ്റ് ഒന്ന് താത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് സുഖമായിട്ട് അങ്ങ് താന്നു കഴിഞ്ഞാൽ ഹെഡ് റെസ്റ്റ് ഒന്ന് താത്തിനോണ്ടാണ്. അത്യാവശ്യം നമുക്ക് 1 ടച്ച് ഡൗൺ ആണെന്നൊക്കെ പറയാം, ഒന്ന് തൊട്ടാൽ മതി, അപ്പോഴേ വന്നിട്ടുണ്ട്. വേറെ വലിയ ബുദ്ധിമുട്ടൊന്നും വരുന്നെങ്കിൽ ലേഡീസിനായാലും ഓപ്പറേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. ബാക്കിലോട്ട് കയറാൻ ഒന്ന് തലയൊക്കെ നോക്കി കയറണം, അല്ലെങ്കിൽ തലയിരിക്കും. ബാക്ക് സീറ്റ് കംഫോർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് പിടിച്ചിട്ടോട്ടെ. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ക് സീറ്റിൻ്റെ കംഫോർട്ട് നോക്കാം കേട്ടോ. ഇതൊന്ന് പിടിച്ചിട്ടോട്ടെ. പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഇതാണ്, ഇത് നേരത്തെ ഞാനിരുന്നു അതേ പൊസിഷനാണ്. ഇപ്പം നമുക്ക് ലോങ് ട്രിപ്പൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഷോർട്ട് ട്രിപ്പൊക്കെ പോകാൻ പറ്റും കേട്ടോ. ഇച്ചിരി കൂടെ ഹൈറ്റ് പറഞ്ഞ കുട്ടികളൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് 2 പേർക്ക് യാത്ര ചെയ്യാം. പിന്നെ AC വെൻറ്റ് മേളിലായിട്ടാണ് വരുന്നത്. AC കൂളിംഗ് ഒക്കെ വരും, നിങ്ങൾക്ക് ചൂടെടുക്കും. പിന്നെ ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെളിയിലോട്ടുള്ള വിസിബിലിറ്റിക്ക് ഒന്നും വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ വേറെ ചാർജിങ് സോക്കറ്റൊന്നും വരുന്നില്ല. നമുക്ക് കൈവച്ച് 2 പേർക്ക് സുഖമായിട്ടിരിക്കും. അപ്പോൾ എന്നെ പോലെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇരിക്കാൻ പറ്റും. നമുക്ക് ഷോർട്ട് ടൈമായിട്ടുള്ള യാത്രകൾക്കൊക്കെ ഇരുന്ന് പോകാൻ പറ്റും, യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് കിട്ടുന്ന ബഡ്ജറ്റ് വെച്ച് ഇത് വാല്യൂ ഫോർ വണ്ടിയാണെന്ന് ഞാൻ പറയും. ഈ സൈഡിൽ നോക്കിയാണെങ്കിൽ വേറെ ഒന്നുമില്ല, അതേ സെയിം പൊസിഷനാണ്, കൈവയ്ക്കാൻ പറ്റും. ഹെഡ് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത്യാവശ്യം കംഫർട്ടായിട്ട് നമുക്ക് ഹെഡ് കൊടുത്ത് ഇരിക്കാൻ പറ്റും. സ്പേസ് ഉണ്ടാകുമെന്ന് ചോദിച്ചോ സ്പേഷ്യസ് ആണ് എന്നേ പറയാൻ പറ്റും. നമ്മളാണ് ലെഗ് സ്പേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് തൈസപ്പെടുന്ന പറ്റത്തില്ല, ഫ്ലാറ്റ് ആയിട്ടുള്ള സീറ്റാണ് വരുന്നത്. നമ്മൾ കാല് കണ്ടോ ഇത്രയും ഹൈറ്റിൽ, എനിക്ക് നല്ല ഹൈറ്റ് ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനെ വരും. കുട്ടികളൊക്കെ ആണെങ്കിൽ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. ഡ്രസ്സ് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഷോർട്ട് ടൈം ആയാലും ലോങ് ടൈം ആയാലും കുട്ടികൾക്കൊക്കെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ചെറിയ യാത്രകൾക്കൊക്കെ വലിയവർക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. വലിയ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല, കാരണം കാലൊന്നും കൺജസ്റ്റഡ് ഒന്നും വരുന്നില്ല. അത്യാവശ്യം സ്പേസ് ഉണ്ട്, സുഖമായിട്ട് നമുക്ക് 7 പേർക്ക് ഡിക്കി ഓപ്പറേറ്റ് ചെയ്യുന്ന ഇവിടെ ആയിട്ടാണ്. അടച്ചോ അത്യാവശ്യം ഗോൾഡാണ് കേട്ടോ. എന്നൊക്കെ ചെറിയ ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ബോഡി ക്വാളിറ്റി ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല വണ്ടിക്കൊക്കെ.
എഞ്ചിൻ റൂമിലോട്ട് പോകുന്നത് 3 സിലിണ്ടർ 1 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ടർബോ ഒന്നും വരുന്നില്ല. നോർമൽ നാച്ചുറൽ ആസ്പയർഡ് എഞ്ചിനാണ് വരുന്നത്. നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നീറ്റാണ് വണ്ടിയുടെ എഞ്ചിൻ റൂമൊക്കെ. സ്പേസസ് ഉണ്ട് കേട്ടോ. എഞ്ചിൻ റൂമൊക്കെ നല്ല സ്പേസസ് ആയിട്ട് മാക്സിമം യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് എഞ്ചിൻ റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്ക് സൈഡിലോട്ട് വരുന്നുണ്ടോ, നമുക്ക് ഹെഡ് റൂം ഇവിടെ നിന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ അകത്ത് നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമുക്ക് ഹെഡ് റൂം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇരിക്കുന്നൊരു ബുദ്ധിമുട്ട് വരുന്ന ഹൈറ്റ് ഉള്ളവർക്ക് ഇതാണ് അത്യാവശ്യം നമുക്കിത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ റൂഫ് റെയിലുണ്ട്. ഇത് ഈ RXT എന്നുള്ള വേരിയൻറ്റിന് കമ്പനി തരുന്നതാണ്. ഒരു 50 kg വരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് കമ്പനി പറയാം. നമ്മളിതിന് എക്സ്ട്രാ ആക്സസറീസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മളത് ലഗേജ് കൊണ്ടുപോകാൻ വേണ്ടി വേറൊരു കാരിയർ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ബാക്കിലോട്ട് നോക്കിയാൽ സ്പോയിലറൊന്നും വരുന്നില്ല. നമ്മുടെ ബഡ്ജറ്റ് നോക്കിയിട്ട് നമ്മൾ പറ്റുമെങ്കിൽ സ്പോയിലറൊക്കെ ആഡ് ചെയ്ത് വണ്ടി ഒന്നുകൂടെ ചെറിയ രീതിയിലുള്ള മോഡിഫിക്കേഷൻ നമ്മളത് പറ്റുന്ന നമ്മൾ ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും. നന്ദി, നമസ്കാരം. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇത്രയും നേരം നിങ്ങൾ കണ്ടത് വീഡിയോ? സൂപ്പർ അല്ലായിരുന്നോ? പിന്നെ ധനുഷ് ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഞങ്ങൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സ്റ്റേ ട്യൂൺ. ബൈ.